രാജ്യസഭാ ചേംബറിൽ നിന്ന് 500 രൂപയുടെ നോട്ടുകൾ കണ്ടെത്തിയെന്ന് ജഗ്ദീപ് ധൻഖഡ്. അഭിഷേക് മനു സിംഗ്വിക്ക് അനുവദിച്ച സീറ്റിനടിയിൽ നിന്നാണ് നോട്ടുകൾ ലഭിച്ചത്. കൈവശം ഒരു 500 രൂപ നോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് സിംഗ്വിയുടെ വിശദീകരണം. അന്വേഷണം നടക്കുന്നുവെന്ന് സഭാ അധ്യക്ഷൻ. I hereby inform that during the routine anti-sabotage check of the chamber after the adjournment of the House yesterday, apparently a wad of currency notes was recovered by the security officials from seat number 222 presently allotted to Shri Abhishek Manu Singhvi, elected from the state of Telangana for the term 2024 to 2026. The matter was brought to my notice and I felt it expedient as per practice and ordainment to ensure that investigation takes place in accordance with law and the same is underway. അർജുൻ പീതാംബരനുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. അർജുൻ, ഗൗരവതരമായിട്ടുള്ള വാർത്തയാണ്. 500 രൂപയുടെ നോട്ടുകൾ കിട്ടി എന്ന് പറയുമ്പോൾ ആ തരത്തിൽ കാണാം. പക്ഷെ ഒരു നോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് സിംഗ്വിയുടെ മറുപടിയുമുണ്ട്. എത്ര നോട്ടുകൾ കണ്ടെടുത്തിട്ടുണ്ട്? എന്താണ് സഭയിൽ നിന്നുള്ള വിവരങ്ങൾ? അക്ഷയ പൂജ, ഒരു കെട്ട് നോട്ട് 500 രൂപയുടെ ഒരു കെട്ട് നോട്ട് കണ്ടെടുത്തു എന്നുള്ള കാര്യമാണ് എന്തായാലും ഇപ്പോൾ രാജ്യസഭാ അധ്യക്ഷനായിട്ടുള്ള ജഗദീപ് ധൻഖർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാടകീയമായിട്ടുള്ള സംഭവങ്ങളിലൂടെയായിരുന്നു ഇന്ന് രാജ്യസഭാ നടപടികൾ ആരംഭിക്കുന്നത്. സീറ്റ് നമ്പർ 222, അതായത് അഭിഷേക് മനു സിംഗ്വിക്ക് നിലവിൽ അലോട്ട് ചെയ്തിരിക്കുന്ന സീറ്റ്, ആ സീറ്റിന്റെ അടിയിൽ നിന്നാണ് ഈ കെട്ടുകൾ കണ്ടെത്തിയത്. അത് ഇന്നലെ ഈ സഭ പിരിഞ്ഞതിന് ശേഷം ഈ സാബോട്ടേജ് പരിശോധനയിൽ ശേഷം ആ പരിശോധനയിൽ സുരക്ഷാ ജീവനക്കാരായിരുന്നു ഈ നോട്ട് കണ്ടെത്തുന്നത്. അത് തന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, അതായത് ജഗദീപ് ധൻഖറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയവർ അതിനുശേഷം ഒരു അന്വേഷണം എന്തായാലും ഈ സംഭവത്തിൽ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെ ഈ നോട്ടുകൾ ഈ കോൺഗ്രസ് എംപിയുടെ സീറ്റിന്റെ ആ ഭാഗത്ത് എത്തി എന്നുള്ള കാര്യത്തിലാണ് ജഗദീപ് ധൻഖർ പറഞ്ഞിരിക്കുന്നത്. അതിനെതിരെ മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസ് അധ്യക്ഷൻ, ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അന്വേഷണം പൂർത്തിയാവാതെ, ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താതെ എങ്ങനെ ഒരു രാജ്യസഭാ അംഗത്തിന്റെ പേരെടുത്തുകൊണ്ട് മെൻഷൻ ചെയ്ത് പറയാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ്. ആദ്യം അന്വേഷണം പൂർത്തിയാകട്ടെ എന്നുള്ള കാര്യമാണ്. ആ കാര്യം എന്തായാലും വലിയ രീതിയിലുള്ള വാക്കേറ്റം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു. അതായത് അഭിഷേക് മനു സിംഗ്വിയുടെ പേര് എടുത്തു പറയുന്നതിൽ തെറ്റില്ല, അന്വേഷണം നടക്കട്ടെ. എന്തായാലും വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ 500 രൂപയുടെ ഒരു കെട്ട് പാർലമെന്റിനൊക്കെ പറയുന്നത്. ഇത് നോട്ട് കെട്ട് ഇതെല്ലാവരും കണ്ടോ? ആരാണിത് കണ്ടെത്തിയത്? എപ്പോൾ? സഭയിൽ ഏത് സമയം എന്നുള്ളവരെ ഇതിൽ അറിയേണ്ടതുണ്ടല്ലോ. എപ്പോഴാണ് ഇത് കണ്ടെത്തിയത്? ആ തരത്തിലുള്ള വിവരങ്ങൾ പറയാമോ? തീർച്ചയായിട്ടും അത് എല്ലാവരും കണ്ടിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. അതായത് ഈ സഭകൾ പൂർത്തിയായ ശേഷം, ഇന്നലത്തെ രാജ്യസഭാ നടപടികൾ പൂർത്തിയായ ശേഷം അവിടെ ഒരു പതിവ് ആന്റി സാബോട്ടേജ് പരിശോധന നടക്കാറുണ്ട്. അത് എല്ലാ ദിവസവും അത് വളരെ ഗൗരവതരമായി തന്നെ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ജഗദീപ് ധൻഖർ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ ഈ സഭാ നടപടികൾക്ക് ശേഷം ഈ സുരക്ഷാ ജീവനക്കാർ നടത്തിയ ആന്റി സാബോട്ടേജ് പരിശോധനയിലാണ് ഈ നോട്ട് കെട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് പിന്നീട് ജഗദീപ് ധൻഖറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. പക്ഷേ ഇന്നലെ 12:57 അഭിഷേക് മനു സിംഗ്വി രാജ്യസഭയ്ക്ക് അകത്തെത്തുന്നത്. 12:57 1 മണിക്ക് തന്നെ രാജ്യസഭ പിരിഞ്ഞു. 1 മുതൽ 1:30 വരെ അദ്ദേഹം ക്യാൻറ്റീനിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല തന്റെ പക്കൽ ഒരു 500 രൂപ നോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് തന്റെ ഈ ഇരിപ്പിടത്തിന്റെ ഭാഗത്തു നിന്നും ഇത്രത്തോളം 500 രൂപ കെട്ട് അല്ലെങ്കിൽ നോട്ടിന്റെ കെട്ടുകൾ ലഭിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല. അതിൽ അന്വേഷണം നടത്താതെ തന്റെ പേരെടുത്ത് പറയുന്നത് ശരിയല്ല എന്നുള്ള കാര്യം തന്നെയാണ് അഭിഷേക് മനു സിംഗ്വി പറയുന്നത്. അതേ കാര്യം തന്നെയാണ് കോൺഗ്രസ്. ക്യാമറ ദൃശ്യങ്ങളൊക്കെ ഉണ്ടാകില്ല. ഈ തരത്തിലുള്ളൊരു അതീവ ഗൗരവതരമായിട്ടുള്ള ആരോപണമാണ് സഭയിൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ, അപ്പോൾ അങ്ങനെ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമായി ഉന്നയിക്കാനുള്ളൊരു അതിന്റെ ഒരു സാധ്യത എത്രത്തോളമാണ്? ക്യാമറ ദൃശ്യങ്ങളുണ്ടോ? കോൺഗ്രസ് ഈ വിഷയത്തിന്മേൽ എന്ത് നിലപാടാണ് എടുക്കുന്നത്? തീർച്ചയായിട്ടും ക്യാമറ ദൃശ്യങ്ങൾ ഉണ്ടാവും, മറ്റ് തെളിവുകൾ ഉണ്ടാവും, CCTV അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. പക്ഷെ എന്തായാലും ഈ കൃത്യമായിട്ട് പറയുന്നുണ്ട് സീറ്റ് നമ്പർ 222, അത് അഭിഷേക് സിംഗ്വിക്ക് നിലവിൽ അലോട്ട് ചെയ്തിരിക്കുന്ന സീറ്റാണ്. ആ സീറ്റിന്റെ ഭാഗത്ത് തന്നെ കണ്ടെത്തിയെന്നുള്ള കാര്യം പറയുന്നത് ജഗദീപ് ധൻഖറാണ്. അതായത് രാജ്യത്തെ ഉപരാഷ്ട്രപതിയാണ്, മാത്രമല്ല രാജ്യസഭ അധ്യക്ഷനാണ്. ആ കാര്യം എന്തായാലും വിലക്കെടുക്കുന്നതല്ല. ആ കാര്യം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്തായാലും എല്ലാവരും വളരെ ഗൗരവതരമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം അദ്ദേഹം ഒരു അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകുന്നത്. അതീവ